എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഹോങ്കോങ്ങിലേക്കുള്ള നഴ്സ് റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോങ്കോങ്ങിലേക്കുള്ള നഴ്സിംഗ് പ്രോസസ്സിംഗ് ടൈം എത്രയാണെന്നും സെലക്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സ് എങ്ങനെയാണെന്നും ഹോങ്കോങ്ങിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അക്കോമഡേഷൻ ഹോസ്പിറ്റൽ അതോറിറ്റി ആണോ തരുന്നതെന്നും അതുപോലെ റീലൊക്കേഷൻ അലവൻസ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. അതിന്റെ കൂടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി കുറെ പേര് കമന്റ്സ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിരന്തരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൂടാതെ തന്നെ കുറെ പേർക്ക് കഴിഞ്ഞ മാസം അവസാനത്തോടു കൂടി ഇന്റർവ്യൂ സെലക്ട് ആയി എന്നുള്ള മെയില് 2 മാസത്തിനുള്ളിൽ അവരെ അറിയിക്കുകയുള്ളൂന്നും പക്ഷെ നിങ്ങൾക്ക് സ്പെഷ്യൽ രജിസ്ട്രേഷനുള്ള പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്നും പറഞ്ഞൊരു 10-13 പേർക്ക് മെയിൽ വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അവർക്ക് മാത്രം അങ്ങനെ വന്നതെന്നും അതുപോലെ ഈ കഴിഞ്ഞ മാസം അവസാനം കുറച്ച് പേർക്ക് മെയിൽ വന്നിട്ടുണ്ട്. ഡിസംബർ 19-ാം തീയതി അവർക്കായിട്ട് ഒരു സൂം മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു 9 ഹോങ്കോങ് ടൈം 9 to 12 noon ആണ് പറഞ്ഞിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് കുറച്ച് പേർക്ക് മാത്രം അങ്ങനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് എങ്ങനെയാണ് സെലക്ട് ആയവർക്കുള്ള പ്രോസസ്സിംഗ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഇന്റർവ്യൂവിന് സെലക്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ആയി എന്നുള്ള ഒരു മെയിൽ വരും. അതിനുശേഷം അവർ 3-4 ദിവസത്തിനുള്ളിൽ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. ആ 4 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്കൊരു ഡ്രൈവ് അടങ്ങിയ ഒരു മെയില് നിങ്ങൾക്ക് വരും. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് തന്നെ പാസ്വേഡും യൂസർ നെയിം ഒക്കെ ഉണ്ടാക്കാം. അതിനുശേഷം നിങ്ങൾ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഡ്രൈവിലേക്ക് അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സും അപ്ലോഡ് ചെയ്യണം. അതിന്റെ കൂടെ തന്നെ ഒരു 4 ഫോം കൂടി ഉണ്ടാകും. അതിൽ 2 നിങ്ങൾ തന്നെയാണ് ഫില്ല് ചെയ്യേണ്ടത്. അത് ഫില്ല് ചെയ്യുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ടൈപ്പ് ചെയ്ത് തന്നെ അത് ഫില്ല് ചെയ്യണം. കൈപ്പടയിൽ എഴുതിയ ഫോമുകളൊക്കെ അവർ തിരിച്ചയക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൽ പ്രത്യേകം പറയുന്നുമുണ്ട് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്തിട്ട് വേണം ഫോം ഫില്ല് ചെയ്യാനെന്ന്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ മറ്റ് 2 ഫോമുകൾ നിങ്ങൾ പഠിച്ച കോളേജ് അല്ലെ സ്കൂളിലേക്ക്, നഴ്സിംഗ് സ്കൂളിലേക്ക് അയച്ചു കൊടുക്കണം. അവരാണ് അതൊന്ന് ഫില്ല് ചെയ്യേണ്ടത്. 2ാമത്തെ ഫോം ഫില്ല് ചെയ്യേണ്ടത് നഴ്സിംഗ് കൗൺസിലാണ്. അപ്പൊ ഈ 2 ഫോം ഫില്ല് ചെയ്തതിനു ശേഷം അവർ ഡയറക്റ്റ് കൊറിയർ ആയിട്ട് ഹോസ്പിറ്റൽ അതോറിറ്റിയിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഡ്രൈവിലേക്കുള്ള ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ഹോങ്കോങ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അവരാവശ്യപ്പെട്ട ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തതിന് ശേഷം അവരൊരു വെരിഫിക്കേഷൻ ചെയ്യും. ആ വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആയെങ്കിൽ ഒരു പക്ഷെ ആ സമയത്തായിരിക്കും അവര് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷന് പോകുന്നത്. ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷന് പോകുമ്പോൾ നിങ്ങൾ പഠിച്ച സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണ്, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ പ്രോസസ്സിങ് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ പോകും. ഞാനിത് പറയാൻ കാരണം ഇപ്പോൾ നിലവിൽ സെലക്ട് ആയവരുടെ പ്രോസസ്സിങ്ങിന് കുറച്ച് പേർക്ക് ഡിലേ വരുന്നുണ്ട്, കുറച്ച് പേർക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യം അതിലില്ല എങ്കിൽ അവർ തിരിച്ച് വീണ്ടും റിട്ടേൺ വിടും. അത് വീണ്ടും ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ വീണ്ടും വേണ്ട ഡോക്യുമെന്റ്സ് കൂടെ അയക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രോസസ്സിങ് ഡിലേ ആവുന്നുണ്ട്. എന്നാൽ കറക്റ്റായിട്ട് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രോസസ്സിങ് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആയിട്ട് ഒരു ചേച്ചിയുടെ പെട്ടെന്ന് തന്നെ വിസ പ്രോസസ്സിങ്ങും ടിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അവർക്ക് ജോയിനിങ് ഡേറ്റ് വരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം കേട്ടോ. ഇപ്പൊ നഴ്സിംഗ് കൗൺസിലിന്റെയും അതുപോലെ തന്നെ കോളേജിന്റെയും ഒക്കെ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് കൊറിയർ ആണ് അയക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ അവർ മെയിലും അയക്കാൻ പറയുന്നുണ്ട്. പക്ഷെ കേരള നഴ്സിംഗ് കൗൺസിൽ മാത്രമേ മെയിൽ അയക്കാൻ തയ്യാറായിട്ടുള്ളൂ എന്നാണ് പലരും എന്നോട് പറഞ്ഞത്. കേരളത്തിന് പുറത്തുള്ള നഴ്സിംഗ് കൗൺസിലൊക്കെ അവർ കൊറിയർ മാത്രമേ അയക്കുന്നുള്ളൂ. അത് ചിലപ്പോൾ ഓരോ ഡിപ്പെൻസ് ഓൺ അവരുടെ പോളിസി ആയിരിക്കാം. ഇപ്പം കൊറിയർ അയക്കുമ്പോൾ കുറച്ചുകൂടി ഡിലേ ആകും. മെയിലായിട്ട് വരുമ്പോൾ അവർക്ക് പ്രോസസ്സിങ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. അതുകൊണ്ടാവാം അവര് 2ഉം ചെയ്യാൻ പറഞ്ഞത്. പിന്നെ ഈ നഴ്സിംഗ് കൗൺസിലിന്റെ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ കോളേജിന്റെ ഒക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് തടസ്സങ്ങൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ മെൻഷൻ ചെയ്തിരിക്കണം നിങ്ങൾ ഫുൾ ടൈം
ജോബ് ചെയ്യുന്നവരാണ്. അതായത് 48 അവേഴ്സ്, നാട്ടിലൊക്കെ ആണെങ്കിൽ 48 വർക്കിംഗ് അവേഴ്സ് ആണ് നമ്മൾ പെർ വീക്ക് ചെയ്യേണ്ടത്. അപ്പം വിദേശത്തൊക്കെയാണ് 44 ആയിരിക്കും, അല്ലെങ്കിൽ 40 ആയിരിക്കും. അത് എത്രയാണോ അത് കമ്പൽസറി നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ കാണിച്ചിരിക്കണം. അതില്ലാത്തവർക്ക് അവർ റിട്ടേൺ വിടുന്നുണ്ട്. അതിന് അത് കാണിക്കുന്ന ഒരു അഡീഷണൽ ഡോക്യുമെന്റ് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ അവരോട് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് കൊടുക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ അത് കാണിക്കുക. അതില്ലാത്തവർ എന്തെങ്കിലും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് റെഡിയാക്കി വെക്കാൻ മറക്കരുത് കേട്ടോ. ഈ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അവർ നേരെ നേഴ്സിംഗ് കൗൺസിലിലേക്കാണ് ഈ ഡോക്യുമെന്റ്സ് വിടുന്നത്. നേഴ്സിംഗ് കൗൺസിലാണ് തീരുമാനിക്കുന്നത് നമുക്ക് ഏത് രജിസ്ട്രേഷനാണ് നൽകേണ്ടതെന്ന്. നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇതിൽ ഇപ്പോൾ ഹോങ്കോങ്ങിലേക്ക് എക്സാം ഇല്ലാതെ ലിമിറ്റഡ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ രജിസ്ട്രേഷൻ എന്ന 2 കാറ്റഗറിയിലാണ് നിങ്ങൾ എടുക്കുന്നത്. ഫുൾ രജിസ്ട്രേഷൻ അല്ല, ഈ 2 രജിസ്ട്രേഷനാണ്. ഹോങ്കോങ്ങിൽ ഫുൾ രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ ഇവിടുത്തെ ലൈസൻസ് എക്സാം എഴുതണം. അതുകൊണ്ടാണ് ഹോങ്കോങ്ങിലേക്ക് ഒരു നഴ്സുമാരും വരാതിരുന്നത്. ഭയങ്കര പാടാണ്. NCLEX-RN പോലെ അതുപോലെ ടഫായിട്ടുള്ള ഒരു എക്സാം ആണ്. അതുകൊണ്ടാണ് രജിസ്ട്രേഷൻ കിട്ടാതിരുന്നത്. അപ്പൊ ആ ഒരു ഇത് മാറ്റി ഇപ്പോൾ സ്പെഷ്യൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലിമിറ്റഡ് രജിസ്ട്രേഷൻ വഴിയാണ് ഹോങ്കോങ്ങിലേക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് 3 വർഷത്തെ റിന്യൂവൽ കോൺട്രാക്റ്റ് ആണ് തരുന്നത്. ആ റിന്യൂവൽ കോൺട്രാക്റ്റ് സക്സസ് ആയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ ഫുൾ രജിസ്ട്രേഷനിലേക്ക് പോകാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഈ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റ്സിന്റെ ബേസിലായിരിക്കും, അല്ലെങ്കിൽ അവർ ആവശ്യപ്പെട്ട ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ബേസിലായിരിക്കും നിങ്ങൾക്ക് ലിമിറ്റഡ് ആണോ സ്പെഷ്യൽ രജിസ്ട്രേഷൻ ആണോ കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ GNM കഴിഞ്ഞ് പോസ്റ്റ് BSc എടുത്തവരാണെങ്കിൽ അവർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ട്രെയിനിങ് പ്രോഗ്രാം ചെയ്തവരായിട്ടാണ് കൂട്ടുന്നത്. ഈ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ട്രെയിനിങ് എന്താണെന്ന് പലരും എന്നോട് ചോദിച്ചിരുന്നു. അപ്പൊ അതുകൂടെ ഞാൻ ഇവിടെ പറയാം. അവർ ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ മാസ്റ്റർ ഡിഗ്രി, BSc കഴിഞ്ഞിട്ട് മാസ്റ്റർ ഡിഗ്രി, അല്ലെങ്കിൽ GNM കഴിഞ്ഞവർക്ക് ഇവിടെ പോസ്റ്റ് BSc എടുത്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി BScക്കാരും കുറച്ചുകൂടെ മുകളിലാണ് അവർ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് അവര് പോസ്റ്റ് ട്രെയിനിങ് പ്രോഗ്രാം കാറ്റഗറിയിലാണ് അവരെ പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് സ്പെഷ്യൽ രജിസ്ട്രേഷൻ എടുക്കാം. എന്താണ് ലിമിറ്റഡ് രജിസ്ട്രേഷൻ, സ്പെഷ്യൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഫുൾ രജിസ്ട്രേഷൻ എന്താണെന്നുള്ളത് ഞാൻ വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ അത് ഉൾപ്പെടുത്താം. അത് കമന്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പൊ ഈ കമന്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നിങ്ങൾ കമന്റ് മാത്രം ഇട്ടാൽ പോരാ, നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം എനിക്ക് എല്ലാവരും കമന്റ് ഇടുന്നുണ്ട്, പക്ഷെ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കൊക്കെ നിങ്ങളെപ്പോലെ ഒരു ആയിരക്കണക്കിന് നഴ്സുമാര് നല്ല നല്ല അവസരങ്ങൾ കാത്തിരിക്കുന്നവരുണ്ടാകാം. അവരിലേക്കൊക്കെ അവര് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഒരു നല്ല ജോലിക്ക് വേണ്ടി. അപ്പൊ അവരിലേക്കൊക്കെ എത്തണമെങ്കിൽ നിങ്ങൾ ലൈക്കും കമന്റും വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് വാച്ച് ചെയ്തെങ്കിൽ മാത്രമാണ് അവരിലേക്ക് എത്തുള്ളൂ. അപ്പൊ അങ്ങനെയും കൂടെ ഒരു സപ്പോർട്ട് നിങ്ങൾ എനിക്ക് തരണം. അപ്പൊ ഈ അപ്ലോഡ് ചെയ്ത കാര്യങ്ങൾ നേഴ്സിംഗ് കൗൺസിൽ വെരിഫിക്കേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് എല്ലാം സക്സസ്ഫുൾ ആയെങ്കിൽ, ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനും കഴിഞ്ഞ് സക്സസ് ആയെങ്കിൽ നേരെ വിസ പ്രോസസ്സിംഗിലേക്കാണ്. നിങ്ങളോട് അവർ ചോദിക്കും നിങ്ങൾക്ക് എന്നാണ് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതെന്ന്. അപ്പം അവർ പറയുന്ന ഡേറ്റിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മൾ കൺഫർമേഷൻ മെയിൽ കൊടുത്തതിന് ശേഷം അവര് നമ്മുടെ ഫാമിലിനെ കൊണ്ടുവരുന്നുണ്ടോ എന്ന് ചോദിക്കും. നമ്മുടെ കൂടെ തന്നെ കൊണ്ടുവരുന്നുണ്ടോ എന്ന് ചോദിക്കും. ഫാമിലിനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവരുടെ പ്രോസസ്സിങ് നിങ്ങൾക്കൊപ്പം തന്നെ അവർ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതിനുശേഷം നിങ്ങളുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഹോങ്കോങ് ഹോസ്പിറ്റൽ അതോറിറ്റി തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നിങ്ങളുടെ വിസ, ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽ അതോറിറ്റി തന്നെയാണ് ചെയ്യുന്നത്. ഫാമിലി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ്, കുട്ടികളുമാണ് കേട്ടോ. നിങ്ങളുടെ പേരൻസിനെ അതിൽ ഉൾപ്പെടുത്തത്തില്ല. കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ പേരൻസിനെ കൊണ്ടുവരാമെന്ന് ഇപ്പൊ വിചാരിക്കരുത്. കാരണം നിങ്ങൾക്ക് PR ആയെങ്കിൽ മാത്രമാണ് പേരൻസിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ, സ്ഥിരമായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിസിറ്റിംഗ് വിസയിൽ ഇടയ്ക്കിടയ്ക്ക് അവരെ ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും കേട്ടോ. അപ്പൊ പ്രോസസ്സിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഇനി നമുക്ക് റീലൊക്കേഷൻ അലവൻസ് എന്താണെന്ന്. നിങ്ങളുടെ ജോബ് പാക്കേജിൽ പറഞ്ഞിരിക്കുന്നത് റീലൊക്കേഷൻ അലവൻസ് 60,000 ഹോങ്കോങ് ഡോളറാണ്. അതായത് ഒരു 6 ലക്ഷം മിച്ചം ഇന്ത്യൻ രൂപയാണ് നിങ്ങൾക്ക് റീലൊക്കേഷൻ അലവൻസ് ആയിട്ട് കിട്ടുന്നത്. റീലൊക്കേഷൻ അലവൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് വേണമെങ്കിൽ ഫർണിച്ചർ, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ അപ്ലയൻസ്,
ഹൗസ് ഹോൾഡ് ഗുഡ്സ് ഇതൊക്കെ വേണമെങ്കിൽ ഷിപ്മെന്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ നിന്ന് മേടിക്കുകയാണെങ്കിൽ അതിന്റെ ക്യാഷ് നിങ്ങൾ ആദ്യം പേ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റീഇംബേഴ്സ്മെന്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതാണ് റീലൊക്കേഷൻ അലവൻസ്. മിനിമം 60,000 ഹോങ്കോങ് ഡോളർ വരെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ എന്നോട് ചോദിച്ചത് ഹോങ്കോങ്ങിൽ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അക്കോമഡേഷൻ ഹോങ്കോങ് ഹോസ്പിറ്റൽ അതോറിറ്റി ആണോ തരുന്നതെന്ന്. ഒരിക്കലും ഹോങ്കോങ് ഹോസ്പിറ്റൽ അതോറിറ്റി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നിങ്ങൾ സിംഗിൾ ആയിട്ടാണ് ഹോങ്കോങ്ങിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 മാസത്തെ അക്കോമഡേഷൻ ഹോങ്കോങ് ഹോസ്പിറ്റൽ അതോറിറ്റി നൽകും. ഏകദേശം 2,900 സംതിങ് അവർ നിങ്ങളുടെ സാലറിയിൽ നിന്ന് കട്ടാക്കും ആ 2 മാസം. അതിനുശേഷം നിങ്ങൾക്കൊരു വീട് കണ്ടെത്തി വീട് മാറാവുന്നതാണ്. 2 മാസം മാത്രമേ അവർ തരത്തുള്ളൂ കേട്ടോ. നിങ്ങൾ സിംഗിൾ ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റൽ അതോറിറ്റിയുടെ ക്വാർട്ടേഴ്സിൽ തന്നെ താമസിക്കുന്നതാണ് നല്ലത്. കാരണം ഒരു 2 മാസം കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഹോങ്കോങ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ഹോസ്പിറ്റലിന്റെ അടുത്തും അല്ലെങ്കിൽ എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഉള്ളിടത്ത് ഒരു വീട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഫാമിലി ആയിട്ട് വരുന്നവർക്ക് അവരൊരിക്കലും ക്വാർട്ടേഴ്സ് കൊടുക്കുന്നില്ല. നമ്മൾ സ്വന്തമായിട്ട് ഹോട്ടലിലോ അല്ലെങ്കിൽ പുതിയ വീടെടുത്തോ താമസിക്കേണ്ടതാണ്. അപ്പൊ ഫാമിലി ആയിട്ട് വരുന്നവര് കുറച്ച് ദിവസം തന്നെ നിങ്ങൾ ഹോട്ടലിൽ തങ്ങുക. അതിനുശേഷം വീടൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് മാറാവുന്നതാണ്. നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് വീടൊക്കെ റെഡി ആക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നമുക്ക് അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാം. വന്ന ഉടനെ അല്ല, 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് വീട് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രോസസ്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറച്ച് പേർക്ക് സെലക്ടഡ് മെയിൽ വരാതെ തന്നെ സ്പെഷ്യൽ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഡ്രൈവ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർ കുറച്ച് പേര് ഓൾറെഡി ഡ്രൈവിലെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ കുറച്ച് പേർക്ക് ഡൗട്ടാണ്, എന്തുകൊണ്ടാണ് അവർ 2 മാസത്തിനുള്ളിൽ റിസൾട്ട് വരുവുള്ളൂ എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാനും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവർക്കൊരു ഡൗട്ടിന്റെ പേരിൽ കുറച്ച് പേര് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എന്നാലും ഭൂരിപക്ഷം ഒരു 80% ആൾക്കാർ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു പക്ഷേ അവർക്ക് ഇങ്ങനെ വരാൻ കാരണം അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരായിരിക്കാം. അതുകൊണ്ടാണ് അവരുടെ ഡിലേ ആവാതിരിക്കാൻ വേണ്ടി ആവാം അവരുടെ പ്രോസസ്സിങ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് 100% അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ പലരോടും ചോദിച്ചപ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞത്. നമുക്ക് എനിവേ വെയിറ്റ് ചെയ്യാം. പിന്നെ കുറച്ച് പേർക്ക് റീസെന്റ് ഈ മാസം ആദ്യം കഴിഞ്ഞ മാസം അവസാനമൊക്കെ ആയിട്ട് കുറച്ച് മെയിൽ വന്നു. December 19 ഒരു സൂം മീറ്റിംഗ്. സാധാരണ സൂം മീറ്റിംഗ് ഒക്കെ വെക്കുന്നത് സെലക്ട് ആയവർക്ക് വിത്തിൻ 3 ഡേയ്സിൽ ഒരു സൂം മീറ്റിംഗ് വെക്കും. അവർ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനും അവർക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫേസ് ടു ഫേസ് ചോദിക്കാനുള്ള ഒരു അവസരമായിരുന്നു ആ സൂം മീറ്റിംഗിൽ. ഒരു പക്ഷെ നിങ്ങൾക്കും നിങ്ങളുടെ ഡൗട്ട്സുകൾ കാര്യങ്ങളൊക്കെ ചോദിക്കാനും അവർക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ ഒരു മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക. കാരണം കുറച്ച് പേർക്ക് മാത്രമാണ് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരുപക്ഷെ നിങ്ങളും ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ ഒരാളായിരിക്കാം. അതുകൊണ്ട് മിസ് ചെയ്യേണ്ട കേട്ടോ. അപ്പം വന്നവരൊക്കെ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ഇടണം. കമന്റ് ഇട്ടെങ്കിൽ മാത്രമാണ് എനിക്ക് നിങ്ങളുമായിട്ട് ആ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഈ ഒരു ക്വസ്റ്റ്യൻസ് മറ്റുള്ളവർക്കും എന്നോട് ചോദിക്കേണ്ടതായിരിക്കും. അതുകൊണ്ട് കമന്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയാ, ഞാൻ അതിന്റെ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പൊ ഇനി ഹോങ്കോങ്ങിലേക്ക് അപ്ലൈ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോളൂ. സ്റ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം ഉണ്ട്. 2025 മാർച്ച് 31 വരെ ഈ ജോബിന് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതൊരു നല്ല അവസരമാണ്. അപ്പൊ അതുകൊണ്ട് ആരും മിസ് ചെയ്യണ്ട കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.